Good morning, dear students. So today we are starting a new chapter. Okay, നമ്മൾ ഇന്നൊരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ എയർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണല്ലേ പഠിച്ചത്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പഠിച്ച് വെക്കട്ടോ. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് എക്സാം വരുന്നുണ്ട് കേട്ടോ, ഇനി റിവിഷനൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ. സോ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വാട്ടർ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അതൊരു സ്മോൾ ചാപ്റ്ററാണ് കേട്ടോ, ഒരു ചെറിയൊരു ചാപ്റ്ററാണ് നമ്മളെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? ഗ്ലോബ് എന്താണെന്നറിയോ? കുറച്ച് പേർക്കൊക്കെ അറിയലുണ്ടാവും അല്ലേ, കുറച്ച് പേർക്ക് അറിയലുണ്ടാവില്ല. നമ്മളെ എർത്തിൻ്റെ മോഡലിൽ ഒരു റൗണ്ടിലുള്ള എർത്തിൻ്റെ ഒരു മോഡലില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ മിസ് കാണിച്ചുതരാം. എന്താ കണ്ടോ, ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചത്, അതിനെയാണ് നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മിസ് റീഡ് ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും നോക്കുക കേട്ടോ. ഖൈറ വെൻറ്റ് ടു കന്യാകുമാരി ഡ്യൂറിങ് ഹെർ വെക്കേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഖൈറ വെക്കേഷൻ സമയത്ത് കന്യാകുമാരിയിൽ പോയിന്ന്. കന്യാകുമാരി എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള ഒരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി എന്നാണ് പറയുന്നത്. ഷീ വെൻറ്റ് ടു എ ബീച്ച് ആൻഡ് വാസ് സർപ്രൈസ്ഡ് ടു സീ ബിഗ് ഓഷ്യൻസ് ദ. ഓക്കെ, അവൾ അവിടെ ചെന്ന സമയത്ത് എന്താണ്, ഒരു ബിഗ് ഓഷ്യൻ കണ്ടിട്ട് സർപ്രൈസ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്, കന്യാകുമാരി പോയപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓഷ്യൻ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് അല്ലേ. അതിൻ്റെ അറ്റം എവിടാന്ന് നമുക്കറിയാം, എൻ്റെ എവിടാന്ന് അറിയാതെ അതിങ്ങനെ നീണ്ട് കിടക്കുള്ളത് ഓഷ്യൻ. അത് കണ്ടിട്ട് എന്താണ്, ഖൈറ സർപ്രൈസ് ആയി എന്നാണ് പറയുന്നത്. ആഫ്റ്റർ വെക്കേഷൻ ഖൈറ ഷെയർഡ് ഹെർ എക്സ്പീരിയൻസ് വിത്ത് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ഓക്കെ, അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയതിന് ശേഷം ഖൈറ എന്ത് ചെയ്തു? അവൾക്ക് ഇങ്ങനെ ബീച്ചിൽ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഫ്രണ്ട്സുമായിട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തു. And now Khaira wants to know how much water is present on earth. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓഷ്യൻ കണ്ടപ്പോൾ, ഇങ്ങനെ ഓഷ്യൻ നമുക്കറിയാമല്ലേ, ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അതിന് ഒരു എവിടെയാണ് അതിൻ്റെ എൻഡ് നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ? ഇല്ലല്ലോ, അതിങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഖൈറക്ക് അറിയണമെന്ന് തോന്നി. എന്താണ് അറിയേണ്ടത്? ഹൗ മച്ച് വാട്ടർ ഈസ് പ്രസൻറ്റ് ഓൺ എർത്ത്. നമ്മളെ ഭൂമിയിൽ, നമ്മുടെ ഈ ഒരു എർത്തിൽ എത്രത്തോളം വാട്ടർ ഉണ്ട് എന്നുള്ളത് അറിയണമെന്ന് ഖൈറക്ക് തോന്നി. അപ്പം ആ ഒരു സമയത്ത് ഹെർ ടീച്ചർ ഷോസ് ഹെർ ദി ഗ്ലോബ് ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ദി ബ്ലൂ കളർ ഓൺ ദി ഗ്ലോബ് റെപ്രസെൻറ്റ്സ് വാട്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഖൈറ ചോദിച്ച സമയത്ത് ടീച്ചർ എന്താ ചെയ്തത്? ഖൈറക്ക് ഗ്ലോബ് കാണിച്ചു കൊടുത്തു, അതായത് എർത്തിൻ്റെ ഒരു മോഡൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ ബ്ലൂ കളർ കാണുന്നതെല്ലാം എന്താണെന്ന് പറഞ്ഞു? ഓഷ്യനാണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ ആണെന്ന് പറഞ്ഞു. സോ നിങ്ങളെല്ലാവരും ഈ ഗ്ലോബിലേക്ക് നോക്കിക്കേ. ഈ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന കളർ ഏതാണ്? അല്ലെങ്കിൽ നമ്മൾ എർത്തിന് കളർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കളർ ചെയ്യുന്ന കളർ ഏതായിരിക്കും? ബ്ലൂ ആണ് അല്ലേ. അപ്പോൾ ഈ ബ്ലൂ കളർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വാട്ടറിനെയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എർത്തിൽ ഏറ്റവും കൂടുതൽ ഏരിയയിൽ കവർ ചെയ്തിട്ടുള്ളത് വാട്ടറാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഏരിയയിലും വാട്ടറാണ് നമ്മൾ എർത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഗ്രീൻ കളർ കാണുന്നില്ലേ? അതാണ് നമ്മുടെ ലാൻഡ് ഏരിയ. ഓക്കെ, നമ്മളൊക്കെ ലീവ് ചെയ്യുന്ന ലാൻഡ് ഏരിയ ആണ് അത്, വാട്ടർ ഇല്ലാത്ത. സോ അല്ലാതെ ആ ബ്ലൂ കളറിൽ കാണിക്കുന്നതൊക്കെ എന്താണ്? വാട്ടറാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായല്ലോ. സോ വാട്ടർ ഇല്ലാതെ നമുക്ക് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ?
ഇപ്പം ഒരു 2 വീക്സിലേക്ക് നിങ്ങളുടെ വീട്ടിൽ വാട്ടർ വരുന്നു, കിണറ്റിൽ വെള്ളമില്ല അല്ലെങ്കിൽ പൈപ്പിലൊന്നും വെള്ളമില്ല. അപ്പോൾ നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലേ. നമുക്ക് ഡ്രിങ്ക് ചെയ്യാനും പല ആവശ്യങ്ങൾക്കും വാട്ടർ വേണം. സോ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ജീവനുള്ളതല്ലേ. ഓക്കെ, അപ്പം വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ലിവിങ് തിങ്സ്. വി കനോട്ട് ലീവ് വിത്തൗട്ട് വാട്ടർ. നമുക്ക് വാട്ടർ ഇല്ലാതെ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദെൻ ലെറ്റ് us ഫൈൻഡ് ഔട്ട് where do we get water from. നമുക്ക് എവിടെ നിന്നാണ് വാട്ടർ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, മിസ് ഈ സ്ക്രീനിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സ്ക്രീനിൽ നോക്കട്ടോ മിസ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും മതി. ഓക്കെ, അതിൽ നോക്കിയിട്ടാണ് കേട്ടോ മിസ് വായിക്കുന്നത്. സോ ദെൻ വി ഗെറ്റ് വാട്ടർ ഫ്രം മെനി സോഴ്സസ്, റൈറ്റ്. നമുക്ക് ഒരുപാട് സോഴ്സിൽ നിന്നും വാട്ടർ കിട്ടുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാട്ടർ കിട്ടുന്നത്? ചിലർക്ക് വെള്ളിൽ നിന്നായിരിക്കും അല്ലേ, ചിലർക്ക് പോണ്ടിൽ നിന്നായിരിക്കും, ചിലർക്ക് റിവറിൽ നിന്നായിരിക്കും, ചിലർക്ക് ലേക്കിൽ നിന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഇതിൽ നിന്ന് നമുക്ക് വാട്ടർ കിട്ടുന്നുണ്ട്. സോ we get water from many sources, example rivers, streams, lakes, ponds, wells, etc. സോ ഇതിലേക്കൊക്കെ വെള്ളം എത്തുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ റെയിൻ ഉണ്ടാവുമ്പോൾ അല്ലേ, റെയിൻ ഉണ്ടാകുമ്പോൾ മഴ വന്ന് വാട്ടർ വന്ന് അത് പോണ്ട്സിലേക്കും വെൽസിലേക്കൊക്കെ എത്താണ് ചെയ്യുന്നത്. സോ റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. This rainwater fills the different water bodies like rivers, streams, lakes, etc. Okay. പിന്നെ നമ്മളെ സീസിലും ഓഷ്യൻസിലൊക്കെ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലേ. സോ സീസ് ആൻഡ് ഓഷ്യൻസ് ആർ ദി ബിഗ്ഗർ വാട്ടർ ബോഡീസ്, അതല്ലേ വലുത്. സോ സീസ് ആൻഡ് ഓഷ്യൻസ് ആർ ദി ബിഗ്ഗർ വാട്ടർ ബോഡീസ്. പക്ഷേ നമുക്ക് സീസിലെ അല്ലെങ്കിൽ ഓഷ്യൻസിലെ വാട്ടർ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ലല്ലേ. അതെന്തുകൊണ്ടാണ് ഡ്രിങ്ക് ചെയ്യാൻ പറ്റാത്തത്? അത് ഭയങ്കര സോൾട്ടി ആണല്ലേ, ഭയങ്കര ഉപ്പുരസമല്ല അതിന്. അപ്പം നമുക്ക് അങ്ങനെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ബിഗ്ഗർ വാട്ടർ ബോഡിയാണ് നമ്മളെ ഓഷ്യൻ അല്ലെങ്കിൽ സീ എന്ന് പറയുന്നത്. പക്ഷേ വി കനോട്ട് ഡ്രിങ്ക് ദാറ്റ് വാട്ടർ ബിക്കോസ് ഇറ്റ് ഈസ് വെരി സോൾട്ടി. ഓക്കെ, സോ ഓൾ ഓഫ് യു ടേക്ക് നെക്സ്റ്റ് പേജ്. എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തേ. അതിലൊരു മാത്സ് കോളംസ് കണ്ടോ? അപ്പോൾ മാത്സ് കോളംസ് എല്ലാവരും നോക്കാം. അതിൽ കോളം എയിൽ വെല്ല്, റിവർ, ടാപ്പ്, ഹാൻഡ് പമ്പ്, റെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് എന്താണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കണ്ട എല്ലാവർക്കും മനസ്സിലാവില്ല, ഈസി അല്ലേ അത്. അപ്പോൾ വെല്ല് ഏതാണെന്ന് ഡ്രോ ചെയ്യുക, അതിൽ അങ്ങോട്ട് ലൈൻ ചെയ്യുക. റിവർ ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ട് ലൈൻ ചെയ്യുക. ടാപ്പ് ലൈൻ ചെയ്യുക. ഹാൻഡ് പമ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്താണ് പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് വെള്ളം എടുക്കുകയാണല്ലേ ചെയ്യുക. പണ്ട് കാലങ്ങളിൽ അങ്ങനത്തെ പൈപ്പ് ഉണ്ടായിരുന്നില്ല. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ഒരു വാല് പോലുള്ളൊരു സംഭവം ഉണ്ടാവും. അതിങ്ങനെ പൊന്തിയും താഴ്ത്തിയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പിൽ വാട്ടർ വരുള്ളൂ. ഓക്കെ, സോ അതാണ് ഹാൻഡ് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ മാച്ച് ചെയ്യുക കേട്ടോ. അത് ഈസി അല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂസസ് ഓഫ് വാട്ടറാണ്. സോ നമ്മൾ എന്തിനൊക്കെയാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഏറ്റവും നമ്മൾ വാട്ടർ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്തിനാണ്? ഡ്രിങ്കിങ് അല്ലേ. ഡ്രിങ്കിങ്. സോ ദി ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് വാട്ടർ ഈസ് ഫോർ ഡ്രിങ്കിങ്. ഡ്രിങ്കിങ്ങിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വാട്ടർ വേണ്ടത്. ദെൻ ഡ്രിങ്കിങ് കഴിഞ്ഞാൽ പിന്നെന്താണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ബിസൈഡ്സ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ മെനി അതർ പേർപ്പസസ്. ലൈക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്?
വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് യൂട്ടെൻസിൽസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പാത്രങ്ങൾ, കിച്ചണിലെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ, ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഫോർ കുക്കിംഗ്, ബ്രഷിങ് ടീത്ത്, ബാത്തിങ്, അല്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മോപ്പിംഗ് എന്ന് വെച്ചാൽ നിലം തുടയ്ക്കുക. പിന്നെ വാട്ടറിങ് പ്ലാന്റ്സ് വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വാട്ടർ അത്യാവശ്യമല്ലേ. പക്ഷേ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഡ്രിങ്കിങ്ങിന് വേണം, പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണം. അതാണ് ബാത്തിങ്, ഡ്രിങ്കിങ്, മോപ്പിംഗ്, കുക്കിംഗ് എക്സെട്ര, റൈറ്റ്. സോ വാട്ടറിൻ്റെ യൂസസ് മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾ ഈ ഒരു പേജിൽ ഫൺ ടൈം എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അവിടെ ഒരു ഫണ്ണായിട്ടുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? മേക്ക് ആൻ ഓഷ്യൻ ഇൻ എ ബോട്ടിൽ. ഒരു ഓഷ്യൻ ബോട്ടിൽ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? ബോട്ടിൽ ഓഷ്യൻ ഉണ്ടാക്കാമെന്ന്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എ ലാർജ് വൈഡ് ബോട്ടം ട്രാൻസ്പാരൻറ്റ് ജാർ ഓർ ബോട്ടിൽ. അതായത് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു ബോട്ടിൽ എടുക്കാം. ഓക്കെ, മൂടിയൊക്കെ ഉള്ളത്. അതിലേക്ക് എന്തൊക്കെ വേണം? പിന്നെ എന്ത് വേണം? ബോട്ടിൽ വേണം, കുറച്ച് വാട്ടർ വേണം, പിന്നെ ബ്ലൂ കളർ വേണം. ഓക്കെ, ഒന്നെങ്കിൽ ഏതെങ്കിലും ബ്ലൂ കളർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ ഉജാല യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വേണ്ടത് ഓയിലാണ്. പിന്നെ എന്തെങ്കിലും ഷെൽസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനും ചെറിയ ചെറിയ ഷെൽസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതില്ലേ, തോട് പോലെയുള്ള ഷെൽസ് അത് എടുക്കുക. അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ബോട്ടിൽ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മതി. വലിയ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ കുറേ ഓയിൽസ് നമുക്ക് വേസ്റ്റ് ആവും. സോ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ചെറുത് മതി, നമ്മളെ ഫിംഗേഴ്സിന് അത്ര ഉള്ളതുണ്ടെങ്കിൽ അത് മതി. ഏറ്റവും ചെറിയ ബോട്ടിൽ എടുക്കുക കേട്ടോ. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട്. ഫിൽ ഹാഫ് ദി ജാർ വിത്ത് വാട്ടർ. ജാറിൻ്റെ ഹാഫ് വാട്ടർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് എന്തെങ്കിലും ഷെൽസ് ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇടാം. ഓക്കെ, അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓക്കെ, നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ, കളർലെസ്, അധികം കളറില്ലാത്ത ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഒരു ഓഷ്യൻ പോലെ അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നല്ലോണം ആ ബോട്ടിൽ ക്യാപ്പ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മനസ്സിലാവില്ല, ഫണ്ണായിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾ പിന്നെ ഫ്രീ ടൈം ആകുമ്പോൾ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുക കേട്ടോ. വീഡിയോ എടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ലേണിംഗ് കാർണിവലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ താഴെ 2 പ്ലാന്റ്സിനെ കണ്ടോ? ഒന്നിൽ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, മറ്റേതിൽ എന്താണ്, ഫ്ലവേഴ്സ് ഒന്നുമില്ല, ലീവ്സൊക്കെ ഫോൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ 2 plants ആർ ഷോൺ ഇൻ ദി ഗിവൺ പിക്ചർ. സ്റ്റിക്ക് ദി പ്ലാന്റ് വിച്ച് യു തിങ്ക് ഹാസ് ബീൻ വാട്ടേർഡ് റെഗുലർലി. നന്നായിട്ട് വാട്ടർ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് അതിൽ ഏതാ വെച്ചാൽ അതിന് ടിക്ക് ചെയ്യാം. ആൻഡ് ക്രോസ് ദി പ്ലാന്റ് വിച്ച് യു തിങ്ക് ഹാസ് നോട്ട് ബീൻ വാട്ടേർഡ് റെഗുലർലി. ഒന്നിന് എന്താണ്, വാട്ടർ ചെയ്യാത്ത പ്ലാന്റിനെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ്? ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ ഇൻ ദി ഗീവൺ സ്പേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ഒന്നിൽ നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുള്ള, മറ്റേത് എന്തുകൊണ്ടാണ് ഡ്രൈ ആയി പോയിട്ടുള്ളതെന്നാണ്
ചോദിക്കുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും? വാട്ടർ ചെയ്യാഞ്ഞിട്ടല്ലേ? പ്ലാന്റ്സിനൊക്കെ എന്താണ്, വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലിവിങ്. സോ ഇതിന് മുകളിൽ, ഈ ഒരു പേജിന് മുകളിൽ നിങ്ങൾ നോക്കട്ടോ, പേജ് നമ്പർ 38-ൽ വാട്ടർ ഈസ് പ്രഷ്യസ്, വി ഷുഡ് നോട്ട് വേസ്റ്റ് വാട്ടർ ഓർ മേക്ക് ഇറ്റ് ഡേർട്ടി. വാട്ടർ എന്ന് വെച്ചാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളതാണ്, നമ്മളത് വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ ഡേർട്ടി ആക്കാനും, ഓക്കെ, അത് ഡേർട്ടി ആക്കാനും പാടില്ല. സോ എങ്ങനെയൊക്കെയാണ് നമുക്ക് വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? Some of the ways by which we can save water are use water as required. എന്താണ്? നമുക്ക് ആവശ്യമുള്ള വാട്ടർ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. യൂസ് വാട്ടർ ആസ് റിക്വയർഡ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആവശ്യമുള്ള വാട്ടർ മാത്രം യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ച് ബ്രഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ ബാത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ നമ്മൾ യൂസ് ചെയ്യുക. വെറുതെ നമ്മൾ വാട്ടർ ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, പിന്നെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുക? മെൻറ്റ് ദി ലീക്കിംഗ് ടാപ്സ് ആൻഡ് പൈപ്സ്. ലീക്ക് ചെയ്യുന്ന ടാപ്സോ പൈപ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യണം. ഓക്കെ, ലീക്കിംഗ് ടാപ്സും പൈപ്സൊക്കെ നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നന്നാക്കുക, അല്ലെങ്കിൽ അതിൽ കൂടി വാട്ടർ വേസ്റ്റ് ആവും അല്ലേ? പിന്നെന്താണ്? ടേൺ ഓഫ് ദി ടാപ്സ് വെൻ നോട്ട് ഇൻ യൂസ്. നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടാപ്പ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ വാട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്? വാട്ടർ, എർത്തിലെ ഏറ്റവും കൂടുതൽ ഏരിയാസിൽ കവർ ചെയ്തിട്ടുള്ളത് വാട്ടറാണ്. വാട്ടർ എല്ലാ ലിവിങ് തിങ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്? യൂസസ്, എന്തൊക്കെയാണ് യൂസസ്? നമ്മൾ ബാത്തിങ്, വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് യൂട്ടൻസിൽസ്, കുക്കിംഗ്, ഇതിനൊക്കെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ വാട്ടർ സേവ്